അപ്പോൾ നമ്മൾ MC4 കണക്ടർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഇതാണ് ഒരു MC4 കണക്ടർ. ഈ ഒരു MC4 കണക്ടർ ഇങ്ങനെയാണ് വരിക, അതായത് മെയിലും ഫീമെയിലും ആയിട്ട്. ഇപ്പോൾ ഇത് നമ്മൾ വാരിയുടെ പാനലാണ്, 540 വാട്ടിൻ്റെ പാനലാണ്. ഇതിൻ്റെ നെഗറ്റീവ് പോർഷൻ ഇതാണ്, അതുപോലെ ഇതിൻ്റെ പോസിറ്റീവ് ഇതുമാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു MC4 കണക്ടർ കണക്ട് ചെയ്യണം. ഇത് നമ്മൾ 6 സ്ക്വയറിൻ്റെ DC കേബിളാണ് ഇവിടെ വലിച്ചിട്ടിരിക്കുന്നത്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 6 സ്ക്വയറിൻ്റെ കേബിള് മൈക്രോടെക്കിൻ്റെ കേബിളാണ് 6 mm കേട്ടോ. അതുപോലെ പോസിറ്റീവ് ഈ ഒരു ഭാഗത്തും നെഗറ്റീവ് ഈ ഒരു ഭാഗം, കാരണം ഇത് നെഗറ്റീവാണ്, അപ്പോൾ നെഗറ്റീവ് വയറോടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ MC4 കണക്ടർ ഇങ്ങനെ അയച്ചെടുത്തിട്ട് ഇതിലിപ്പോൾ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഇങ്ങനെ 2 പോർഷനാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളിത് നെഗറ്റീവാണ്, പക്ഷേ നമുക്ക് ഇതിൽ നെഗറ്റീവ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിതിൽ കൊടുക്കേണ്ടത് ഈ പോസിറ്റീവാണ്. ഇങ്ങനെയാണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോസിറ്റീവിലേക്ക് ഇതാണ് ഇതിൻ്റെ വരുന്ന 2 പിൻ ഇതിൽ വരുന്നുണ്ട്. ഇതിലാണ് നമ്മൾ വയർ കണക്ട് ചെയ്യേണ്ടത് കണ്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ, ഈ വലിയ പോർഷൻ ഉണ്ടോ, ഇതാണ് നമ്മൾ പോസിറ്റീവിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ ഒരു അളവിൽ നമ്മൾ സ്ലീവ് കളയണം, ഈ ഒരു വയറിൻ്റെ സ്ലീവ് കളയണം കേട്ടോ. ഡബിൾ ലെയർ വരുന്ന ടൈപ്പാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്ലീവ് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ MC4 കണക്ടറിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ അഴിച്ചെടുക്കുക. കാരണം ഇതൊരു വാട്ടർ പ്രൂഫാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അഴിച്ചെടുത്തിട്ട് ഇത് നമ്മളിതിനുള്ളിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കണം. ഈ ഒരു പോർഷൻ നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാണ് പിള്ളേർ. അപ്പോൾ ഇത് നമ്മളിവിടെ വയ്ക്കുക. ഇത് നമ്മൾ നേരെ ഇതിനുള്ളിലോട്ട് കയറ്റിയിട്ട് ഇത് നമ്മളൊന്ന് ക്രിമ്പ് ചെയ്യണം ചെറുതായിട്ട്. ഒരു നോസ് പ്ലെയറോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ക്രിമ്പ് ചെയ്യാവുന്നതാണ്. പ്ലെയർ ആയാലും മതി. ഒന്ന് ക്രിമ്പ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിൽ സോൾഡറിങ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ഒരു പോസിറ്റീവിൻ്റെ ഭാഗം നമ്മളിത് ക്രിമ്പ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ സോൾഡറിങ് ചെയ്താൽ മതി. എന്നിട്ടിത് ഇതിലോട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതവിടെ വെക്കട്ടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോസിറ്റീവ് വയർ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പോസിറ്റീവ് വയർ. ഈ വയർ നമ്മൾ ഇത്ര സ്ലീവ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വരുന്നത് നെഗറ്റീവ് പോർഷനാണ് കണ്ടോ. അപ്പോൾ ഈ നെഗറ്റീവ് പോർഷൻ, കാരണം ഇതിൽ വരുന്നത് ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നെഗറ്റീവ് കൊടുത്താലേ ഉള്ളത് കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ നമ്മൾ അയച്ചെടുത്ത് എന്നിട്ട് നേരെ ഇത് നമ്മൾ ഇതിലേക്ക് കൊടുത്തു കേട്ടോ. ഇനി വരുന്നത് ഇതാണ് നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് അല്ല പോസിറ്റീവ് കേട്ടോ. അപ്പോൾ അത് നേരെ ഇതിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് നോസ് പ്ലെയർ വെച്ചിട്ടൊന്ന് ക്രിമ്പ് ചെയ്തു. ഓക്കെ, അത് ക്രിമ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഈ 2 ഭാഗവും ഒന്ന് സോൾഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാം. നമ്മൾ സോൾഡറിങ്ങാണ് ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ലെഡ് എടുത്തിട്ട് ഇതിൽ നമ്മൾ പേസ്റ്റൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി എടുക്കാം.
കാണിച്ചു കൊടുക്കും. നമ്മളിത് സോൾഡർ ചെയ്തു. നമ്മൾ ആ ക്രിമ്പ് ചെയ്ത ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ടിത് സോൾഡറിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആണോ, ഈ പോർഷനിൽ നമ്മൾ കറക്റ്റായിട്ട് സോൾഡറിങ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു കാലത്തും പോരില്ല. നമ്മൾ വെറുതെ നമ്മൾ പിന്നെ ക്രിമ്പ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത് എപ്പോഴും ലൂസ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെപ്പോഴും കറക്റ്റായിട്ട് ഇതുപോലെ സോൾഡറിങ് ചെയ്യണം കേട്ടോ. നല്ല ഹീറ്റുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ അടുത്ത പോർഷൻ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് ഭാഗം നമുക്ക് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ അതിലോട് പേസ്റ്റ് തേച്ചിട്ടുണ്ട്, കുറച്ച് ലഡ് കുറച്ചും കൂടി ലഡിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ ആയിരുന്നു കേട്ടോ. ഒന്ന് വിഷയം ഉണ്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇത് നമ്മൾ സോൾഡറിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആണ്, അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പോൾ നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ കണക്ടർ ഇത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്, നമ്മൾ തൊട്ടൊക്കെയുണ്ടോ, ഹീറ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മളിതിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി വരുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവിലേക്ക് വേണ്ടത് പോസിറ്റീവാണ്. അപ്പോൾ ഇത് നേരെ നമ്മളിതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു സൗണ്ട് കേൾക്കും, ഒരു സൗണ്ട്, ചെറിയൊരു സൗണ്ട്. കാരണം ഇത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആകുമ്പോൾ വരുന്ന സൗണ്ടാണ്. ആ ഒരു സൗണ്ട് കേട്ട് കഴിയുമ്പോൾ സെറ്റായി. ഇനി നമുക്കിത് റിട്ടേൺ കിട്ടില്ല. അത് എങ്ങനെ വെച്ചാൽ ഇത് റിട്ടേൺ കിട്ടില്ല. ഇത് ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ കണ്ടോ, ഒരിക്കലും ഇത് റിട്ടേൺ ഇല്ല. തിരിച്ച് നമ്മൾ നേരെ ഈ ഇതിലോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് വാട്ടർ പ്രൂഫാണ് കണ്ടോ. കാണിച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കും, നല്ല ടൈറ്റായിട്ടുണ്ട്. വാട്ടർ പ്രൂഫിംഗ് ആണ്. ഈ ഒരു ഭാഗത്ത് ശകലം പോലും വെള്ളം ഇതിലേക്ക് ഇറങ്ങില്ല. ആ രീതിക്കാണ് ഇത് സെറ്റ് ചെയ്ത്. കുറച്ച് ഒരു തുള്ളി പോലും വെള്ളം ഇതിലേക്ക് ഇറങ്ങാത്ത രീതിക്ക് വാട്ടർ പ്രൂഫിംഗ് ആണ് കേട്ടോ. ഇനി നമുക്കിത് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. നേരെ കണക്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ. ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് വയർ നമ്മൾ പിന്നെ നെഗറ്റീവ് വയറിലേക്ക് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് പോർഷൻ, ഈ പോസിറ്റീവ് പോർഷൻ നമ്മൾ ചൂടൊക്കെ അറിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു സൗണ്ട് അത് കേട്ടതിന് ശേഷം നമ്മൾ നേരെ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഉണ്ട്. ഇത് ഫുൾ ടൈറ്റ് ആയിട്ടുണ്ട്. വാട്ടർ പ്രൂഫിംഗ് ആണ് കണ്ടോ. ഇനി നമ്മളിതിലേക്ക് ഇതിൻ്റെ പോസിറ്റീവ്, ഇതാണ് പോസിറ്റീവ് പോർഷൻ. ഇത് നമ്മളിതിലേക്ക് കണക്ട് ചെയ്യും കണ്ടോ. ഇത് പോസിറ്റീവ് വയറാണ്. അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ MC4 കണക്റ്റുകൾ കണക്ട് ചെയ്യേണ്ട രീതി. അല്ല നമ്മൾ കട്ട് ചെയ്തിട്ട് ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ സ്ലീവ് കളഞ്ഞ് കറക്റ്റായിട്ട് പ്ലെയർ ഉപയോഗിച്ച് ജോയിൻറ്റ് ചെയ്യുക. സാധാരണ നമ്മൾ വയർ ചെയ്യുന്ന പോലെ DC വയറുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൂസ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും പ്രോപ്പറായിട്ട് ഇതുപോലെ ചെയ്യണമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്തതൊരു 1 kW സിസ്റ്റമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ.
അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ തിരൂർ തൂവക്കാട് പറഞ്ഞ സ്ഥലത്ത് ഹൗസ് വാമിങ്ങിന് മുമ്പായിട്ട് ഇവിടെ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം നെക്സ്റ്റ് വീക്ക് ഇവിടെ ഹൗസ് വാമിംഗ് ആണ്. അതിന് മുമ്പായിട്ടൊരു സോളാർ സിസ്റ്റം, ഒരു 1 കിലോവാട്ട് സോളാർ സിസ്റ്റമാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. നമ്മളതിലേക്ക് ചെയ്തിരിക്കുന്ന പാനൽ 540 വാട്ടിൻ്റെ വാരിയുടെ പാനലാണ്. വാരിയുടെ 540 വാട്ടിൻ്റെ ലേറ്റസ്റ്റ് പാനൽ, ഹാഫ് കട്ട് മോണോപ്പറക്ക് പാനൽ. ഇത് വെച്ചിട്ട് സിസ്റ്റമാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഇൻവെർട്ടർ തന്നെ ലഗ്നോവിൻ്റെ 1650 വിയുടെ ഇൻവെർട്ടർ. അതിൽ നമുക്കൊരു 1300 വാട്ട് വരെ നമുക്ക് ലോഡ് ചെയ്യാവുന്ന ഇൻവെർട്ടറാണ്. 12 വോൾട്ടിൽ കിട്ടാവുന്ന വലിയ ഇൻവെർട്ടർ. അതിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ MPPT ആശാപവറിൻ്റെ നോവ 50 ആംപിയർ ഒരു MPPT, അതുപോലെ നമ്മൾ DC ബ്രേക്കർ കാര്യങ്ങൾ വെച്ച് എക്സൈഡിൻ്റെ ബാറ്ററി വെച്ചൊരു സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. താഴത്തെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ കാണിച്ചിട്ട് ജസ്റ്റ് ഈ പാനലിൽ ഒന്ന് വിഷ്വൽ ചെയ്തു. നല്ല രീതിയിൽ സ്ട്രക്ചർ, നല്ല വെയിലുള്ള ഏരിയയാണ് ഇവിടെ, ഷെയ്ഡും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ വലിയ കുറവൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഈ പാനലിലെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു. ഈ സൈഡിലേക്ക് വരും. നല്ല ലെങ്ത്തുള്ള പാനലാണ്. ഒരു 2 മീറ്റർ 30 സെൻറ്റിമീറ്ററോളം നീളമുണ്ട്. അതുപോലെ 1 മീറ്റർ 15 സെൻറ്റിമീറ്ററോളം വീതിയുള്ളൊരു പാനലാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചർ അടിച്ചിട്ട് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രക്ചർ ഒന്ന് വിഷയം. അതുപോലെ നമ്മൾ കൊടുത്തേക്കുന്നത് ഇതൊന്ന് കാണിച്ചു നോക്ക്. നമ്മൾ MC4 കണക്ടറൊക്കെ നമ്മൾ നല്ല ഡീസൻ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് നമ്മളിവിടെ ISIയുടെ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് പോർഷൻ നമ്മളിവിടെ കറക്റ്റായിട്ട് ടൈ ഒക്കെ ചെയ്തതിൻ്റെ വൃത്തിയായിട്ട് അതൊന്ന് കാണിച്ചു കറക്റ്റായിട്ട് വിഷ്വലി. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ പോസിറ്റീവ് പോർഷൻ ഉണ്ട്. പോസിറ്റീവ് നമ്മളിവിടെ നമ്മൾ കണക്ടർ ഇട്ട് MC4 കണക്ടർ ഇട്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാനലിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതൊന്ന് വിഷ്വൽ ചെയ്യും. വാരിയുടെ ഒരു പാനലാണിത്. 540 വാട്ടിൻ്റെ പാനലാണ് കേട്ടോ. 540 വാട്ടിൻ്റെ ഒരു പാനലാണ്. അതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് VOC 49.61 വോൾട്ടാണ്. അതുപോലെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC 13.83 കേട്ടോ. മാക്സിമം പവർ വോൾട്ടേജ് 41.75, പവർ കറണ്ട് 12.95 എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ്, ഈ ഒരു പാനലിൻ്റെ വെയിറ്റ് 27.5 കിലോഗ്രാം വെയിറ്റ് ഉള്ളൊരു പാനൽ കേട്ടോ. മാക്സിമം സീരിയസ് ഫ്യൂസ് റേറ്റിംഗ് ഇത് 25 ആംപിയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നൊരു പാനലാണ്. 540 വാട്ടിൽ നമുക്കിന്ന് കിട്ടാവുന്നതിൽ വലിയൊരു പാനലാണിത്. 540 വാട്ടിൻ്റെ ഹാഫ് കട്ട് മോണോപ്പർക്ക് പാനൽ കേട്ടോ. ഓക്കെ, താഴത്ത് ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വിഷ്വൽ ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ട് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒന്ന് പാനൽ ഫുള്ളായിട്ടും വിഷ്വൽ ചെയ്ത് നമുക്ക് താഴെ പോകാം കേട്ടോ. ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒന്ന് കാണിച്ചു വിഷ്വൽ ചെയ്യും. നമ്മൾ സോളാർ DC അവിടെ നേരെ കൊണ്ടുവന്നത് അങ്ങനെ പൈപ്പ് അടിച്ച് ഇറക്കിയിട്ട് നേരെ ഇതിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഒരു ഡോർ വെച്ച് ഒരു ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ DC ബ്രേക്കർ ഇതാണ് 16 ആംപിയർ DC ബ്രേക്കർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മുടെ ആശാപവറിൻ്റെ MPPT നോവയുടെ 50 ആംപിയർ 50 ആംപിയറിൻ്റെ MPPT ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് ലൈൻ നമ്മളിവിടെ ഒരു പവർ പ്ലഗ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻവെർട്ടർ ഞാൻ പറഞ്ഞുതരാം. ലഗ്നോവിൻ്റെ ഇൻവെർട്ടറാണ്. ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുള്ള ഇൻവെർട്ടറാണ്. ലഗ്നോവിൻ്റെ സീറ്റ 1650 വിയുടെ ഇൻവെർട്ടറാണ്. എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കും കേട്ടോ. നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഇൻവെർട്ടർ. നമുക്കൊരു 1300 വാട്ട് വരെ ലോഡ് ചെയ്യാവുന്ന ഒരു ഇൻവെർട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതിൽ നമ്മൾ MPPTയിലെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. DC ബ്രേക്കറിൽ വന്ന് DC ബ്രേക്കർ നേരെ MPPTയിലോട്ട് വന്നിരിക്കുകയാണ്. സപ്ലൈ കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ രീതിക്കാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ ബാറ്ററി നമ്മൾ കുറച്ച് എയർ പാസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് നേരെ അപ്പുറത്തോട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേബിൾ നമ്മൾ ഇതുവഴി നേരെ പുറത്തേക്ക് ഇട്ട് ഈ ഒരു ഭാഗത്തെ ബാറ്ററി വിഷ്വൽ ചെയ്യും. എക്സൈഡിൻ്റെ ബാറ്ററിയാണ് 200 AHൻ്റെ 5 ഇയർ റീപ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഒരു ബാറ്ററിയാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുള്ള ഒരു ബാറ്ററി തന്നെയാണിത്. നല്ല പെർഫോമൻസ് ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി വാട്ടറൊക്കെ ഇപ്പോൾ ഫുള്ളാണ്. അതിൻ്റെ ലെവൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം. ഉണ്ടോ, ബാറ്ററി വാട്ടർ ഫുള്ളായിട്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ MPPTയിൽ നിന്ന് വരുന്ന കേബിളും ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന കേബിളും പോസിറ്റീവ് ഈ ഒരു ഭാഗത്തും, അതുപോലെ നെഗറ്റീവ് 2 നെഗറ്റീവ് MPPTയിൽ നിന്ന് ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന 2 നെഗറ്റീവ് ഈ ഒരു ഭാഗത്താണ് കണക്ഷൻ കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. കറക്റ്റായിട്ട് ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് വിഷ്വൽ ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെർട്ടറൊക്കെ വാങ്ങിച്ചാൽ 1 കിലോവാട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കറണ്ട് ബില്ല് നമുക്ക് അത്യാവശ്യം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഡേ ടൈമിലെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് സോളാറിലേക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ 1 കിലോവാട്ട് സിസ്റ്റം നമ്മൾ ഇത്തരത്തിലുള്ള സിസ്റ്റം ചെയ്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല് നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇതിൽ നമ്മൾ ഈ വീട്ടിലത്തെ ലൈറ്റുകൾ, ഫാന്, TV, മിക്സി കാര്യങ്ങളെല്ലാം കൊടുത്തത് അത്യാവശ്യം വീട്ടിലത്തെ ഒരു 1000 വാട്ട് ലോഡ് നമ്മൾ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻവെർട്ടറിൽ നമുക്ക് 1300 വാട്ട് ലോഡ് ചെയ്യാൻ കഴിയും. ഇത്തരം സിസ്റ്റം ചെയ്യാൻ സോളാർ
ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കറണ്ട് ബിൽ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ARINFO യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. See you.